ലോക സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കല്ലിൽ ഗുഹാക്ഷേത്രത്തിലേക്കാണ്. കല്ലിൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നത്തുതാങ്ങൽ താലൂക്കിൽ പെരുമ്പാവൂരിന് 10-15 കിലോമീറ്റർ അടുത്ത് മേദല എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ഒരു മലമുകളിലാണ് ഈ കല്ലിൽ ഗുഹാക്ഷേത്രം അല്ലെങ്കിൽ കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കല്ലിൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഒരു ജൈനമത ക്ഷേത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൻ്റേതായ പല തെളിവുകളും ഇന്നും അവിടെ അവശേഷിക്കുന്നു എന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ കവാടം മേദല ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് ദൂരത്തുള്ള കല്ല് വിരിച്ച വഴികളിലൂടെ മെല്ലെ മെല്ലെ നമ്മൾ കയറി ചെന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരിടത്ത് ഒരു തടത്തിൽ നമുക്ക് എത്തപ്പെടാം. ഈ വഴികളൊക്കെ കല്ല് വിരിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ വരെ ആ കൽപ്പടവുകൾക്കിടയിലൂടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നാം ഇന്നത്തെ മനുഷ്യൻ്റെ സംഭാവനകളെ എടുത്തു കാണിക്കുവാനാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ കടന്നു ചെന്നു കഴിഞ്ഞാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തെത്തപ്പെടും. അവിടെ സേവ് കല്ലിൽ എന്നുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാം. കാരണം പുതിയ മനുഷ്യരുടെ പെരുമാറ്റ രീതികളും പ്ലാസ്റ്റിക്കും മറ്റും ഒക്കെ ഉപയോഗിച്ച് ഇതിനെ മലിനപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് അത്തരം ബോർഡുകൾ വച്ചിരിക്കുന്നത്. ഇതാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ. ഇവിടെ ഏറ്റവും രസകരമായി എനിക്ക് അനുഭവപ്പെട്ടത് ഇതിൻ്റെ പടവുകളാണ്. നല്ല നഗ്നപാതനായി ആ കല്ലുകൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പിലൂടെ നമ്മൾ നടന്നു കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കല്ലിൽ ഭഗവതി ക്ഷേത്രം ശരിക്കും കല്ലിൽ പിഷാരത്ത് ദേവസ്വം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കല്ലിൽ പിഷാരത്തിൻ്റേതായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് പോകുന്നത്. ഈ കൽപ്പടവുകൾ നമ്മെ വല്ലാതെ ഒരു അനുഭൂതി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് നഗ്നപാതനായി ഈ പടവുകളിലൂടെ കയറുമ്പോൾ ആ ഒരു അനുഭൂതി മാത്രം മതി നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും നിലനിൽക്കുന്നതാണ്. 9-ാം നൂറ്റാണ്ടിന് മുൻപ് ഉണ്ടായിരുന്ന ജൈനമത ക്ഷേത്രം 9-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇന്ന് കാണുന്ന ഭഗവതി ക്ഷേത്രമായി രൂപാന്തരപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകളും മറ്റുമൊക്കെ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെയാണ്. 3 നേരവും പൂജകളും കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടന്നു പോകുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് ഒരു കൊടും വനമായിരുന്നുവെന്നും തന്നെയുമല്ല പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഈ പ്രദേശത്തുള്ള കുറേ ആളുകൾ പണ്ട് കാലത്ത് ഇങ്ങനെ കാട്ടിലൂടെ നടന്ന് വന്നപ്പോൾ അതിസുന്ദരിയായ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടുവെന്നും ഇവർ അടുത്തടുത്ത് ചെന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ അമ്മാനമാടിക്കൊണ്ടിരുന്ന കല്ലുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഗുഹയിലേക്ക് കയറിപ്പോയി എന്നുമാണ് ഐതിഹ്യം. മുകളിലേക്ക് എറിഞ്ഞ കല്ല് മേൽക്കൂരയായും താഴേക്ക് വീണ കല്ല് ഇരിപ്പിടമായും ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ഭഗവതി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ഈ കാണുന്ന അമ്പലത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് വലിയ പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിബിഡമാണ് ഈ കല്ലിൽ ഗുഹാക്ഷേത്രം. അതിൽ ഏറ്റവും ഒരു ഭീമാകാരനായ ഒരു പാറയുടെ അടിയിലുള്ള ഒരു കൊച്ചു ഗുഹയിലാണ് ശ്രീകോവിലും മറ്റും പണിതിരിക്കുന്നത്. അവിടെ അകത്ത് വീഡിയോഗ്രാഫി അനുവദിക്കുന്നതല്ല എന്ന് അതിൻ്റെ സംഘാടകർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും വനമായിരുന്നു എന്ന് പറയുന്ന ഈ പ്രദേശവും അതിൻ്റെ ചില സങ്കല്പങ്ങളും നിങ്ങളോട് വിവരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കാണുന്ന വഴികളിലൂടെ ഒക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. തന്നെയുമല്ല ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊമ്പൻ ആനയെ പ്രവേശിക്കാൻ പാടില്ല എന്നും പറയുന്നു. ഇവിടെ പിടിയാനയെയാണ് ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്നത്. കാരണം
ഇവിടെ പണ്ട് കൊമ്പനാനയെ എഴുന്നള്ളിച്ചപ്പോൾ അന്നത്തെ ആന കല്ലായി പോയി എന്നുള്ളൊരു ഐതിഹ്യവും ഇവിടെ നിലനിൽപ്പുണ്ട്. താഴത്ത് അങ്ങുള്ള പാടത്ത് ഒരു ആനയുടെ രൂപത്തിലുള്ളൊരു പാറക്കല്ല് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളാണ് അങ്ങനെ പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ ഒരുപാട് ഈ കൽപ്പടവുകളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ഒക്കെ പല രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. അത് ആധുനിക കാലത്ത് പുതിയ ശില്പികളും കലാകാരന്മാരും ചെയ്തതായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഇതൊക്കെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇതൊരു ആചാരമായി തീരുകയും പുതിയ പുതിയ ഐതിഹ്യങ്ങളും കഥകളും രൂപപ്പെടുകയും ചെയ്യും എന്ന് നമുക്കറിയാം. തന്നെയുമല്ല, ഇവിടുത്തെ ആചാര രീതി എന്ന് പറയുന്നതിൽ പ്രധാനത്തെ വഴിപാട് എന്ന് പറയുന്നത് ചൂലാണ്. ഒരു പിടി തെങ്ങിൻ്റെ ഓല കൊണ്ടുള്ള ഈർക്കിളി ഇരുമ്പ് തൊടാതെ ചീകിയെടുത്ത് ഇതിനിടയിൽ ഈ കാണുന്ന ആനയുടെ രൂപങ്ങളൊക്കെ ഈ പാറയിലൂടെയൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളോട് ഒന്ന് വിശദീകരിച്ച് പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ആചാര രീതി എന്ന് പറയുന്നത് ചൂല് കൊണ്ടുവരും. ചൂല് സമർപ്പിക്കുന്നത് സ്വന്തമായി ഇരുമ്പ് കൂടാതെ നിർമ്മിച്ചെടുത്ത ചൂലായിരിക്കും കൊണ്ടുവരേണ്ടത്. കാരണം മുടി വളരാത്തവർക്ക് മുടി നന്നായിട്ട് വളരാൻ ആ വഴിപാട് പ്രചോദനം ചെയ്യുന്നു എന്നുള്ളൊരു ഐതിഹ്യ കഥയും നിലനിൽക്കുന്നുണ്ട്. ഈ കാണുന്ന വലിയ ഭീമാകാരനായ കല്ലിൻ്റെ അടിയിലാണ് ശ്രീകോവിലും അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആരൊക്കെയോ ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിലൂടെ ഞാനും എൻ്റെ ക്യാമറ കണ്ണുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വഴിപാട് എന്നുള്ളത് ഈ പാറ നിലം തൊടാതെ ഇരിക്കുന്ന പാറയാണ്. അതുകൊണ്ട് ആ പാറയുടെ അടിയിൽ കല്ലുകൾ പറക്കി അടുക്കി വെച്ചാൽ തൻ്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് കെട്ടിടങ്ങൾ വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് യഥാസമയത്ത് തന്നെ നടന്നു കിട്ടും എന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. അതിനാൽ ഇവിടെ വന്നു പോകുന്നവർ ആ പാറയുടെ അടിയിൽ കല്ലുകൾ അടക്കി വയ്ക്കുന്ന ഒരു ആചാരവും ഇവിടെ നിലനിൽക്കുന്നു എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ പറക്കി അടക്കി വെച്ചതായിട്ട് നമുക്ക് കാണാം. ആ പാറയുടെ ചുറ്റുമാണ് പ്രദക്ഷിണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴികളിലൂടെ തന്നെ ഒന്ന് പോവുകയാണ്. ആ പാറയുടെ തൊട്ട് അടിയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഭീമാകാരനായ പാറയാണ്. അതിൻ്റെ പുറകുവശത്തുകൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുൻവശത്താണ് ശ്രീകോവിലും അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടുങ്കാടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്ന കല്ലുകളൊക്കെ ഉടക്കിയിരിക്കുന്ന ഒരു തരത്തിലാണ് ഈ കല്ലിൻ്റെ നിലനിൽപ്പ്. ഈ വലിയൊരു കഷ്ണം പാറക്കല്ല് ഉടക്കി നിൽക്കുന്നു. ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ ഭീമാകാരനായ പാറയാണ് യഥാർത്ഥ. അത് നിലം തൊടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. കാരണം ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അത് എങ്ങും തൊട്ടതായി കാണുന്നില്ല. അതൊരു പ്രത്യേക അത്ഭുതം പോലെയാണ്. ആ പാറ എങ്ങനെ ഏറിൽ നിൽക്കുന്നു എന്നതാണ് സങ്കല്പം. ഈ കാണുന്നതാണ് ആളുകൾ പറക്കി വച്ചിരിക്കുന്ന കല്ലുകളും അടുക്കുകളും. അതിൻ്റെ അടിയിലൂടെ ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടത്തുകൂടെ ഇറങ്ങി പുറപ്പെടുന്നു. ആ കാഴ്ചകൾ നിങ്ങൾ കാണുക. നമുക്ക് ശ്രീകോവിലിനകത്ത് വീഡിയോഗ്രാഫി അനുവദിക്കുന്നതല്ല എന്ന് സംഘാടകർ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു സങ്കടമായി. ശ്രീകോവിൽ മറ്റ് യൂട്യൂബേഴ്സിനൊക്കെ ശ്രീകോവിൽ അത് ഷൂട്ട് ചെയ്തതായി നാം കണ്ടിട്ടുമുണ്ട്. എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്കുള്ള വിവരക്കേട് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നാലും ഈ അമ്പലവും അതിൻ്റെ ചുറ്റുവട്ടവും ഒരുപാട് ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. കല്ലിൽ ഭഗവതിയുടെ ഒരു പ്രത്യേക ഐശ്വര്യം എന്നാണ് എല്ലാവരും അതിനെക്കുറിച്ച് പറയാറ്. ഏത് ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുമല്ലോ. കല്ലിൽ ഭഗവതി ക്ഷേത്രം ശരിക്കും ചൈനീസ് തീർത്ഥങ്കരന്മാരുടേതായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് കാണിച്ചു തരാനും മറ്റും അവിടെ ആരും തയ്യാറായില്ല എന്നുള്ളതും എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു സങ്കടമായി തീർന്നു. കണ്ടോ, ഈ കാണുന്ന ഇരിപ്പിടം ആയിരിക്കുന്ന പാറക്കല്ലാണത്. അതിൻ്റെ മുകളിലാണ് കൊടയായിട്ടിരിക്കുന്ന ആ കല്ല്. ഭഗവതി ദേവി അമ്മാനമാടിക്കൊണ്ടിരുന്ന സമയത്തേക്ക് മേലേട്ടെറിഞ്ഞ കല്ലാണ് കൊടയായും താഴെ വീണ കല്ലാണ് ഇരിപ്പിടമായും എന്നും ഞാൻ പറഞ്ഞല്ലോ. ഈ കാണുന്ന പാറയാണ് ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ആ പാറയ്ക്കടിയിലാണ് ഒരു കൊച്ചു ശ്രീകോവിലും ഒരു ക്ഷേത്രവും കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ വലിയൊരു ക്ഷേത്രമോ ഒരുപാട് വർക്കുകളോ ചെയ്ത അമ്പലമല്ല. ഈ കാണുന്നത് ആ കുന്നിൻ മുകളിൽ ഒരു ചെറിയ കിണറാണ്. അതിൽ ഇപ്പോഴും വെള്ളമുണ്ട്. കാരണം പാറയിടുക്കുകളാണല്ലോ. അതിൽ പെയ്യുന്ന വെള്ളങ്ങൾ ഉറവുചാലായി എവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും നാം കാണേണ്ടത് തന്നെയാണ്. അതിനിടയിലൂടെ ഞാൻ അങ്ങനെ വളഞ്ഞ് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്.
ഈ കാണുന്നതാണ് ശ്രീകോവിലും കൊച്ചമ്പലവും. അവിടെ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ എന്ന് അവിടുത്തെ തിരുമേനിയും അതിൻ്റെ സംഘാടകരും പറഞ്ഞത് കാരണം എനിക്ക് ശ്രീകോവിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് സങ്കടമായി തുടരുകയാണ്. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് പതുക്കെ നല്ല മുൻവശത്തുകൂടെ ഇറങ്ങി തിരികെ പോരുകയാണ് ചെയ്തത്. ഈ കാണുന്നതാണ് ശ്രീകോവിലിൻ്റെ മുൻഭാഗം. അത്രമാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്തായിരുന്നാലും കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്നുള്ളത് ഈ കൽക്കൂടാരങ്ങൾക്ക് ഇടയിലുള്ള ഒരു വലിയ പാറയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നത്. അവിടുത്തെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അന്നദാനത്തിൻ്റെ ഒരു ബോർഡാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ തിരികെ പോരുകയാണ്. ഈ കാണുന്ന വിശാലമായ വഴിയിലൂടെ ഞാൻ തിരികെ പോരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കല്ലിൽ ഭാഗം, കല്ലിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, കല്ലിൽ തുരങ്കം എന്ന് വേണ്ട അങ്ങനെ ഓരോന്നും ആ മല തുരന്ന് ഒരു തുരങ്കവും പോകുന്നുണ്ട്. പുതിയ പെരിയാർ വാലിയുടെ ഒരു തുരങ്കവും പോകുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മെല്ലെ യാത്ര തിരിച്ചു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലൂടെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാകും. എന്നെ കണ്ട എല്ലാവർക്കും അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ കല്ലിൽ തുരങ്കം. ആ മലയുടെ അടിയിലൂടെയാണ് ഇത് പോകുന്നത്. എല്ലാ കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും ഗുഡ് ബൈ.